ഈ ചെടി വെച്ചേക്കണ സ്റ്റാൻഡും ചട്ടിയും കണ്ടില്ലേ, ഇത് നമ്മൾ ഉണ്ടാക്കണതാട്ടോ. ഇതേപോലത്തെ സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഈ ചട്ടിയും ഇതേപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് വൈറ്റ് സിമെൻറ്റിൻ്റെ ഒരു പാക്കറ്റ്, ഇത് രണ്ട് ചട്ടി ഉണ്ടാക്കാനുള്ള അത്ര സിമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു പാക്കറ്റും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ അത്രയും ലൂസായിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. കൈമൊന്നും സിമെൻ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ഗ്ലൗസ് വേണമെങ്കിൽ ഇടാം. വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റ് ആണെങ്കിലും എടുക്കാം, ചെറിയ ബേസിനുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൽ എണ്ണ, വിളക്കെണ്ണ, എന്തെങ്കിലും എണ്ണ, ഓയിലുകൾ അതിൻ്റെ ഉള്ളിൽ ഒഴിക്കുക. ഒന്ന് തുടച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കുക, ഒന്ന് തുടയ്ക്കുക. എന്നിട്ട് ആ സിമെൻറ്റ് കലക്കിയത് ഇളക്കിയിട്ട് ബക്കറ്റിൽ നമുക്കറിയാം എത്ര തിക്നെസ് വേണമെന്ന്, ആ പാകത്തിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ, എയറൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായി ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് PVC പൈപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എത്ര പൊക്കം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അത് ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ കട്ട് ചെയ്യുക. ഇത് PVC പൈപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് മരത്തിൻ്റെ എന്തെങ്കിലും ഇതേപോലത്തെ പീസ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ ഞാൻ 2 ബക്കറ്റിലേക്കുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബക്കറ്റ് എടുത്തിട്ട് അത് രണ്ടിലും അതേപോലെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്കിത് 3 എണ്ണം ഉള്ളൂ ഇപ്പോൾ ഇതിന് വെച്ചേക്കണേ. നമുക്ക് 4 എണ്ണം വേണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് എങ്ങനെയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമ്മൾ കലക്കിയിട്ട് ഒരു ദിവസം വയ്ക്കുക. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് എടുക്കുക. എന്നിട്ട് ആ ബക്കറ്റ് ഒന്ന് കമത്തി കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. ഒന്നും ചെയ്യാനില്ല, ഒന്ന് കമത്തി ഒന്ന് തട്ടിയാൽ മതി. ചെറുതായി തട്ടി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു സ്റ്റാൻഡ് കിട്ടും. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെടി സ്റ്റാൻഡൊന്നും കാശ് കൊടുത്ത് മേടിക്കണ്ട. എന്നിട്ട് ഇതേപോലെ കളർ ചെയ്ത് ഇതിൻ്റെ മീതെ ഇരിക്കേണ്ടത് നമ്മൾ വേസ്റ്റ് തുണി ടർക്കി ടവൽ വെച്ചിട്ട് ഉണ്ടാക്കിയ പോട്ടാണ് ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ചെടി സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാക്കറ്റ് സിമെൻറ്റിന് 35 രൂപയൊക്കെയുള്ള കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് നല്ല ഭംഗിയാണ് കാണാൻ.